അല്ലേ നിൽക്കാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരുന്നാണ്. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലെത്തി. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞങ്ങൾക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. അത് കഴിഞ്ഞ് ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സിന് ഇഷ്ടം പോലെ പൈസ കൊടുത്തുകൊണ്ട് മമ്മി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീടെത്തി ഗൈസ്. അങ്ങനെ ആകെ ക്ഷീണിച്ച്. അപ്പൊ നമ്മുടെ തൊപ്പിയുടെ മുൻ കാമുകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫസ്മിന സാക്കിറിന്റെ കല്യാണമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നാണ് പുള്ളിക്കാരന്റെ നിക്കാഹ്. ഞാനിതിപ്പോ പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും, അവളിപ്പോ നിക്കാഹ് കഴിക്കുന്നതിന് നിനക്കിപ്പോ എന്താ അത്ര ചൊറിച്ചില്ലെന്ന് അല്ലെ? എനിക്കൊരു ചൊറിച്ചിലില്ല മക്കളെ. ഒരാള് കല്യാണം കഴിക്കണ നല്ല കാര്യമില്ലേ? രണ്ട് ജീവിതങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമല്ലേ ഈ കല്യാണം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഫസ്മിനക്കും കെട്ടാൻ പോണ ചെക്കനും നേരുന്നു. ഇനിയിപ്പോ കെട്ടാൻ പോണ ചെക്കൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ലല്ലു ഇബി എന്ന ഇൻസ്റ്റാഗ്രാം പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് സെമീൽ എന്ന ഒരാളെയാണ്. ലല്ലു ഇബി ആളാരാണെന്ന് മനസ്സിലായോ? ഒരു മാസം മുമ്പേ ഫസ്മിനയുടെ കാമുകൻ എന്റെ കയറി തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്മിനിന്റെ റൂംമേറ്റ് ആയ ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അസ്ബിന എന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞ ആ കാമുകനാണ് ഇപ്പൊ കെട്ടാൻ പോണ ചെക്കൻ. ഇപ്പം പുള്ളിക്കാരുടെ നിക്കാഹ് പ്രമാണിച്ച് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാരണമുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും പുള്ളിക്കാരി നിക്കാഹുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാരണം പിടിയിട്ടു. അപ്പൊ ഇന്ന് നമ്മൾ എന്റെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പൊ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ പള്ളി നിക്കറിട്ട് നിക്കാഹ് കഴിക്കേണ്ടി വരും. അച്ചോടി ഈ പാവം വള്ളി ട്രൗസർ ഇട്ട് നിക്കാഹ് കഴിക്കേണ്ട ഗതികേടിലാണ് ഫസ്മിന. നിക്കായിട്ടും ഇത്ര ഗതികെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എങ്ങനെയായിരിക്കും ഈ വള്ളി ട്രൗസർ ഇട്ട അവസ്ഥയിൽ നിന്നും ഫസ്മിനക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റണമെന്ന്. അതിനുള്ള സൊല്യൂഷൻ ഫസ്മിനെ കണ്ടിക്കണ മക്കളെ, നിങ്ങൾ ആരും പേടിക്കണ്ട. എന്തായാലും ഫസ്മിനെ ബാക്കി പറഞ്ഞാട്ടെ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രസ്സ് എക്സൈറ്റ് കാണിച്ചു തരത്തില്ല, പക്ഷെ കുറെ ഡ്രസ്സ് ഇട്ടേണ്ടി വരുമല്ലോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടം. ഇടുന്ന ഡ്രസ്സ് കാണിച്ചു തരണവും കാണിച്ചു തരാതിരിക്കണമൊക്കെ നിങ്ങൾ ഇഷ്ടം. എന്തായാലും പുള്ളിക്കാരി ഒരു പർച്ചേസിംഗ് വ്ളോഗാണ് ഉദ്ദേശിച്ചത്. എന്തായാലും പുള്ളിക്കാരി അവസാനം ലെറ്റ്സ് ഗോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ലെറ്റ്സ് ഗോ എന്നും പറഞ്ഞ് നമ്മൾ വിളിച്ച സ്ഥിതിക്ക് നമുക്ക് എന്തായാലും പുള്ളിക്കാരുടെ കൂടെ ഒന്ന് പോയി നോക്കാം. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് പർച്ചേസ് ചെയ്യണമെന്ന് നമുക്ക് കൂടി കാണാലോ. സോ ദിസ് ഇസ് മൈ ഡാഡി ആൻഡ് മമ്മി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പഠിപ്പിച്ചു. എന്താണെന്ന് അറിയില്ല. ഡാഡി ഭയങ്കര കൂളാണ് ഗൈസ്. പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വെയിലായിരുന്നു. ദിസ് ഇസ് മൈ ഉള്ളി സിസ്റ്റർ. അപ്പോൾ വെയിലാണ് നിൽക്കാൻ കരിയണമെന്ന് വെച്ചാൽ ഷാളൊക്കെ ഇട്ട് വമ്പൻ ഷോ കാണിച്ചാണ് പോകുന്നത്. ഏതായാലേ നിൽക്കാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരുന്നാണ്. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലെത്തി. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞങ്ങൾക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. എന്താണ് ഫസ്മിന അവസാനം ഒരു തൊണ്ടയിൽ കിച്ചിച്ചുണ്ടോ? ഇനി അതല്ല, ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തുനിന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കുരക്കലാണിത്. എന്തായാലും ഫസ്മിന ഒരു മഹാസംഭവം തന്നെ അല്ലേ? വള്ളി ട്രൗസർ ഇട്ട് നിക്കാഹ് കഴിക്കേണ്ട ഒരു ഗതികേട് നിന്നു. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയില്ലേ? ഡ്രസ്സ് എടുത്തു, ജ്വല്ലറി പർച്ചേസ് ചെയ്തു, ചെരുപ്പ് എടുത്തു. എന്താലേ ഫസ്മിനെ പോലെ കായാ മതി. ഫസ്മിന ഒരു മഹാസംഭവം തന്നെ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, വള്ളി ട്രൗസർ ഇട്ട് നിക്കാഹ് കഴിക്കേണ്ട ഗതികേടിൽ നിന്നും ഫസ്മിനക്ക് എവിടുന്നാണ് ഇത്രയും പർച്ചേസ് ചെയ്യാനുള്ള പൈസ കിട്ടിയെന്ന് ഞാനും ചിന്തിച്ചു കേട്ടോ. പക്ഷെ തുടർന്ന് കണ്ടപ്പോഴാണ് അതിന്റെ ഗുട്ടൻസ് പിടിയിട്ടത്. ഫസ്മിനെ എന്നാന്ന് പറഞ്ഞാട്ടെ. അത് കഴിഞ്ഞ് ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സിന് ഇഷ്ടം പോലെ പൈസ കൊടുത്തുകൊണ്ട് മമ്മി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീടെത്തി ഗൈസ്. അങ്ങനെ ആകെ ക്ഷീണിച്ച്. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചാൽ എന്റെ ഇങ്ങനെ പറ, വെറുതെ അല്ല. സംഭവം മനസ്സിലായോ? ഈ ഗെയിമൊക്കെ കളിച്ചിട്ടാണ് ഞാൻ ഈ പർച്ചേസിനുള്ള പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത്. എങ്ങനെ ഇരിക്കുന്നു ഗെയിം ഏതാണെന്ന് ഞാൻ കാണിക്കുന്നില്ല. സംഭവം ഒരു ഗാംബ്ലിംഗ് ഗെയിമിംഗ് ആപ്പാണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മൂഞ്ചിപ്പിക്കുന്ന ആപ്പ്. അപ്പൊ നിങ്ങൾ തന്നെ പറയാം, ഇതിനൊക്കെ മട്ടലെടുത്ത് അടിച്ചു ഓടിക്കണ്ടേ? ഇപ്പൊ ഞാനിതിപ്പോ പറയുമ്പോൾ കുറെ എണ്ണം അവളെ ന്യായീകരിച്ച് വരും. അവൾ എങ്ങനെയും പൈസ ഉണ്ടാക്കിക്കോട്ടെ. ഇങ്ങനെയുള്ള ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്ത് അവൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവളുടെ മിടുക്ക്. അതിന് നിനക്കെന്ത് എത്ര ചൊറിച്ചില്ലെന്ന്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയുന്നത്, എനിക്ക് നല്ല ചൊറിച്ചിൽ തന്നെയാണ്. കാരണം ഒരുപാട് ആളുകളെ കടക്കണിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച, ഒരുപാട് ആളുകളുടെ ജീവിതം നശിപ്പിച്ച ആപ്പുകളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. എത്ര വാർത്തകൾ നമ്മൾ ദിനം കേൾക്കുന്നു. നമ്മൾ എത്ര ഇതുമായി ബന്ധപ്പെട്ട് അവയർനെസ് നൽകി. എന്നിട്ടും ഒരു ഉറപ്പില്ലാണ്ട് ഇത്തരം ആപ്പുകൾ ഇവരൊക്കെ എടുത്ത് പ്രൊമോട്ട് ചെയ്യാണ്. പിന്നെ ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച ഒരാളാണ് ഞാൻ. ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ എന്റെ ശത്രുക്കളുമാണ്. അവരത് നിർത്തുന്നത് വരെ. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കെതിരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് ഇങ്ങനത്തെ ഉടായ്പ ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ മിടുക്കുണ്ട് എങ്കിൽ അവരെതിർക്കാളും മിടുക്ക് എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ അവർ ജനങ്ങളെ മൂഞ്ചിപ്പിച്ച് നന്നാവണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നവർക്കുള്ള മറുപടി കിട്ടിയെന്ന് കരുതുന്നു. ഇതിനൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ ഫസ്മിനെ പോലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ കൂടുതലും ഫോളോ ചെയ്യുന്നത് ചെറിയ കുട്ടികളാണ്. ഈ 13, 14, 15 വയസ്സുള്ള കുട്ടികളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ജീവിക്കണം എന്ന് അറിയാത്തൊരു പ്രായമായിരിക്കും അല്ലെ? എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്ന് അറിയാത്തൊരു പ്രായമായിരിക്കും. ഇപ്പൊ നമ്മളെപ്പോലെ കുറച്ച് മെച്ചേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇത് ഉടായ്പാണ് എന്ന്. എന്നാലും അതിൽ കൊണ്ടുപോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അത് വേറെ കാര്യം. എങ്കിൽ കൂടി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും അറിയില്ല. എത്ര അവയർനെസ് കൊടുത്താലും ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം അതാണ് അവരുടെ പ്രായം.
പ്രായം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ ലൈഫ് കാണിക്കുമ്പോൾ എന്റെ കയ്യിൽ ഒന്നില്ലായിരുന്നു, ഞാനിപ്പോൾ ഈ ഗെയിമിൽ ഇൻവെസ്റ്റ് ചെയ്തു, കാർ എടുത്തു, വീടെടുത്തു, എന്റെ കല്യാണം അടിപൊളിയായിട്ട് കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് കുട്ടികൾ അതിൽ കൺവിൻസ്ഡ് ആയി പോകും. പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പയ്യന്മാര് വല്ല പാർട്ട് ടൈം ആയിട്ട് വല്ല കാറ്ററിംഗ് പണിക്കോ അതല്ലെങ്കിൽ തുണിക്കടയിലോ ജോലിക്ക് പോയി ഉണ്ടാക്കിയ പൈസ എന്താക്കും, എല്ലാം കൂടെ എടുത്ത് ഈ ഗെയിമിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ആദ്യം 100 ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർക്ക് എന്താക്കും 200 ആയിട്ട് കമ്പനി റിട്ടേൺ കൊടുക്കും. അപ്പോൾ ഇവർ വിചാരിക്കും ആ കൊള്ളാലോ പരിപാടി എന്ന്. പിന്നെ അവർ 1000 ഇൻവെസ്റ്റ് ചെയ്യും, അപ്പോൾ എന്ത് കിട്ടും, 2000 തിരിച്ചു കിട്ടും. പിന്നെ അവർ 10000 ഇൻവെസ്റ്റ് ചെയ്യും, അപ്പോഴും ഇവർക്ക് ലാഭം കിട്ടും. പിന്നെ അവർ അവിടുന്ന് കടം മേടിച്ചിട്ട് 50000 ഇൻവെസ്റ്റ് ചെയ്യും, അപ്പോൾ ഉള്ള പൈസ കൂടെ മൂഞ്ചി കിട്ടും. എന്നിട്ട് അവസാനം ഇരുന്ന് കരുന്ന ഒരു അവസ്ഥ വരും. ഇതാണ് ഇത്തരം ഗാംബ്ലിംഗ് ആപ്പുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിക്ക കേസിലും സംഭവിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം പൈസ പോയതിനു ശേഷം ഇവർ പരാതിയിട്ട് വരുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്തേക്കായിരിക്കും. ബ്രോ, ഞാൻ മല്ലു ഫാമിലിന്റെ വീഡിയോ കണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ എത്ര പൈസ പോയി, ഞാൻ കടക്കാരനായി, അങ്ങനായി ഇങ്ങനായി എന്നും പറഞ്ഞുകൊണ്ട് ഉള്ളത് പറയുള്ളൂ. അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് അവരോട് സഹതാപം തോന്നിപ്പോകും. കാരണം മറ്റൊന്നുമല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ശനി ഞായറും തുണിക്കടയിൽ പോയി ജോലി ചെയ്ത് അതിന്റെ നിത്യച്ചെലവിനുള്ള ക്യാഷ് കണ്ടെത്തിയൊരു മനുഷ്യനാണ്. എനിക്ക് മനസ്സിലാകും ആ സമയത്ത് ഒരു 100 ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് എത്രത്തോളാണെന്ന്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മൊബൈൽ എടുക്കുന്ന അങ്ങനെ ഉണ്ടാക്കിയ ഒരു ക്യാഷിനെ കൊണ്ടാണ് 6 മാസം സാലറി കൂട്ടി വെച്ചിട്ടാണ് ഞാൻ 10,000 ഒരു മൊബൈൽ എടുത്തത്. അപ്പൊ തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇവർ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഈ ക്യാഷ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ഉണ്ടാക്കിയ ക്യാഷാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് മൂഞ്ചിപ്പിച്ച് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്ന ആൾക്കാരോട് ഞാൻ തുറന്ന് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന്. അത് ആർക്കെതിരാണെങ്കിലും ഞാൻ പറയും. പണ്ട് നിക് വ്ലോഗ്സ് ഇത്തരം ഉടായ്പ ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്ത സമയത്ത് ഞാൻ നിക് വ്ലോഗ്സ് ഇതിനെതിരെ വീഡിയോ ചെയ്തപ്പോൾ കുറെ എണ്ണം വന്ന് കമന്റ് ബോക്സിൽ വന്ന് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കുറെ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നില്ലേ, നിനക്കതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ അവനിത് പ്രൊമോട്ട് ചെയ്താൽ എന്താണ്, അവൻ എന്തും ചെയ്തോട്ടെ, ഇങ്ങനത്തെ ഉടായ്പ ഗെയിം പ്രൊമോട്ട് ചെയ്തോ, ഞാൻ സംസാരിക്കും. അതിൽ നിങ്ങൾ എന്തൊക്കെ ഡയലോഗ് അടിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഫസ്ബിനോട് എനിക്ക് പറയാനുള്ളത്, പറഞ്ഞതിനെ കൊണ്ടൊന്നും തോന്നരുത്, ഇനി തോന്നിയാൽ എനിക്കൊരു പുല്ലുമില്ല. ഇങ്ങനെ നാട്ടുകാരെ മൂഞ്ചിപ്പിച്ച് പ്രൊമോഷൻ നടത്തിയല്ല ഫസ്ബിനെ നിക്കാഹ് നടത്തേണ്ടത്. ഇങ്ങനെ നടത്തുന്ന നിക്കാഹ് കൊണ്ട് നിനക്കൊരു ബർക്കത്തുണ്ടാവാൻ പോകുന്നില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, പറഞ്ഞതിനെ കൊണ്ട് എനിക്കൊരു നാണക്കേടും ഇല്ല. ഒരു പെണ്ണല്ലേ, പെണ്ണിന്റെ ജീവിതമല്ലേ, എന്തിനാണ് ഇങ്ങനെ പറയുന്നതൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാകും. ഞാൻ അങ്ങനെ ചിന്തിക്കൂല. കാരണം മറ്റുള്ളവരെ മൂഞ്ചിപ്പിച്ച് നിൽക്കാൻ നടത്തുന്ന ആളോട് നമ്മൾ എന്തിനാണ് ഇത്തരം ദയം ദാക്ഷിണ്യം കാണിക്കേണ്ട ആവശ്യം? ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പച്ചക്ക് തന്നെ പറയും, ഈ നിക്കാഹിൽ ഒരു ബർക്കത്തും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപാട് ആളുകളുടെ ശാപം കൊണ്ടുള്ള ക്യാഷിനെ കൊണ്ട് ഈ നിക്കാഹ് നടത്താൻ പോകുന്നത്. കഴിഞ്ഞ ഇനിയുമുണ്ട് ഫസ്ബിന്റെ പർച്ചേസിംഗ് വീഡിയോ, നമ്മൾ കൂടി കണ്ടോക്കാം. കണ്ടസ്റ്റന്റ് നമ്പർ 2 എന്റെ നിക്കാഹ് പ്രമാണിച്ച് ഷോക്ക് ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു. ഷോക്ക് ഡ്രസ്സ് എടുക്കുക വെച്ചാൽ വലിയൊരു ടാസ്ക് അല്ല. ദുനിയാവിൽ ഒരു ഡ്രസ്സ് നോക്ക് പറ്റില്ല, അങ്ങനത്തെ ഇടങ്ങാനാണ് ഒക്കെ ഡ്രസ്സ് എടുക്കൽ. ലാസ്റ്റ് ഞാൻ കൈ ഒഴിഞ്ഞു. അവിടെ ഒരു വട്ട സമ്മേളനം കൂടിയിട്ട് പോലും ഒക്കെ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്യില്ല. പിന്നെ ഞങ്ങൾ അർമാൻ്റെ ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു. അത് ഭയങ്കര സിമ്പിളായിരുന്നു. ഞാനൊരു കുർത്ത അങ്ങ് സെലക്ട് ആക്കി. പിന്നെ ഉമ്മയ്ക്ക് പർദ്ദ എടുക്കാൻ പോയി, അതും ചടപടേ നടന്നു. പിന്നെ ഇത്താക്ക് ഡ്രസ്സ് എടുക്കാൻ അടുത്ത കടയിൽ പോയി. അവിടെ നിന്നിട്ട് ഓക്ക് ഒന്നും ഇഷ്ടമാകുന്നില്ല. ലാസ്റ്റ് ഓളെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. പിന്നെ ഓൾ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കട്ടെ ഹലാക്കെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ കയറി. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണ്ട കാണിച്ചേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ വെച്ചോ, കാണിച്ചേണ്ട ആവശ്യമില്ല. അപ്പൊ സംഭവം മനസ്സിലായല്ലോ. സഹോദരിക്കും നിക്കാഹ് പ്രമാണിച്ച് ഡ്രസ്സ് എടുത്ത് കൊടുത്തത് ഇമാതിരി ഉടായ്പ ഗെയിം പ്രൊമോട്ട് ചെയ്തിട്ടാണെന്നുള്ളതാണ് ആശാത്തി ഉദ്ദേശിച്ചത്. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. ഫസ്ബിനോട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യാം. ഇന്നിപ്പോ നിക്കാഹാണല്ലോ, ഇപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിക്കാഹിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. എന്നാലും ഞാനൊരു സദസ്യം പറയാം. ഈ നിക്കാഹിന്റെ ഹോളിലെ ജസ്റ്റ് ഒരു ബോർഡ് തൂക്കിക്കോ, ദിസ് നിക്കാഹ് സ്പോൺസേഡ് ബൈ ഇന്ന ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട്. അതാവും നന്നാവാ. ഇവിടെ ഞാൻ ഒരിക്കലും ഫസ്ബിനെ വീട്ടുകാർ കുറ്റം അറിയില്ല കേട്ടോ. അവർക്കൊന്നും ഇതിന് വരും രേഖകളെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. മകൾ എന്തൊക്കെ ഒരു പ്രൊമോഷൻ നടത്തി കുറച്ച് ക്യാച്ച് ഉണ്ടാക്കിയെന്ന് അവർ ചിന്തിക്കുള്ളൂ. മകൾ ഏത് തരത്തിലുള്ള ഗെയിമാണ് പ്രൊമോട്ട് ചെയ്തതെന്ന് അവർക്ക് ചിലപ്പോൾ അറിയലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇവിടെ ഫസ്ബിനെ വീട്ടുകാരെ കുറ്റം പറയില്ല. എന്തായാലും കഴിഞ്ഞില്ല. നിക്കാഹ് പ്രമാണിച്ച് ഫസ്ബിനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അങ്ങോട്ട് കണ്ടു നിർത്താം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഞാൻ തലേന്ന് പാക്ക് ചെയ്ത പെട്ടിയാണ്. പെട്ടി പാക്ക് ചെയ്ത് തീർക്കാനുള്ള മനസ്സുണ്ടായില്ല. ക്ഷമ ഉണ്ടായില്ല. അത് ഞാൻ രാവിലെ എനിക്ക് പെട്ടി പാക്ക് ചെയ്ത് ഷിവിലി വെച്ച് ചായ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. വീടെത്തിയപ്പോഴത്തേക്കും രാത്രിയായി. എറണാകുളത്ത് നിന്ന് തൊടുപുഴ എത്തണമായിരുന്നു ഗൈസ്. അത് ഞാൻ കാണുന്ന റുക്സ പഠിക്കുന്ന ദൃശ്യമാണ്. അവളെങ്കിലും പഠിക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചായ കഴിച്ച് കൊടുക്കാമെന്ന്. കുറേ നാൾക്ക് ശേഷം വീട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ചായ വെച്ച് കൊടുത്ത്. ഷി വാസ് വെരി ഹാപ്പി. ചായ ഓൾ ദ വേ ഫ്രം കിച്ചൺ ടു ഹർ. അത് കഴിഞ്ഞ് അർമാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ എനിക്ക് ഇന്നലെ എത്താൻ പറ്റത്തോണ്ട് ഇന്ന് അവന് വേണ്ട ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. എന്താ അവൻ്റെ ജാട. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇതെന്താ തീരുന്നില്ല ഫസിയെ, എനിക്ക് കുറേ വാങ്ങിച്ചല്ലോ. ഐ വാസ് വെരി ഹാപ്പി. ഞാൻ കുറേ നാളായി ടോയ്സ് ഒക്കെ വാങ്ങണമെന്ന് പറയുന്നു. ഓൻ എന്നും എൻ്റെ അടുത്ത് പറയും ഇതൊക്കെ വാങ്ങിച്ചു താന്ന്. ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. വലിയ വില കൊടുക്കേണ്ടി വന്നു. കുറേ ഉമ്മയൊക്കെ കിട്ടി. എന്നാലും നിങ്ങൾ ബില്ല് കാണണം ഗൈസ്. ഇത്രയും ടോയ്സിന് 9000 രൂപ. എൻ്റെ അമ്മേ. പക്ഷെ പോട്ടോ, എൻ്റെ സന്തോഷമല്ലേ, അതല്ലേ നമുക്ക് വലുത്. അപ്പോൾ ഇതിനെല്ലാം പൈസ ഗെയിം കളിച്ചിട്ടാണ് എൻ്റെ ആണല്ലേ, നല്ല കാര്യം. ഗെയിം കളിച്ച് സ്വന്തം അനിയന് 9000 റുപ്യന്റെ ടോയ്സ് വാങ്ങിച്ചു കൊടുത്തില്ലേ. അല്ലാ കഷ്ടം. എന്തായാലും ഞാനിത് പറയുന്നതിനെ കൊണ്ട് ഫസ്ബിനെ ഗെയിം പ്രൊമോഷൻ നിർത്താൻ പോകുന്നില്ല എന്ന് എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഇനി അങ്ങോട്ട് ഫസ്ബിന് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും നമ്മൾ പറയും വേറൊന്നും കൊണ്ടല്ല. ഇതൊക്കെ കാരണം ഇവരുടെ തനി സ്വരൂപം എന്താണെന്നുള്ളത് പബ്ലിക്കിന് മനസ്സിലാവല്ലോ. പിന്നെ ഇവരുടെ ഈ സോഷ്യൽ മീഡിയയിൽ മഞ്ഞളിപ്പിക്കുന്ന ജീവിതം കണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരുത്തരെങ്കിലും ഇത് കണ്ട് ബോധം ഉണ്ടായി അതിന് വലിയ കാര്യമാണല്ലോ. ചുരുക്കി പറഞ്ഞ് ഇവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നത് ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. ഈ ഫേക്ക് ലൈഫ് സ്റ്റൈൽ കാണിച്ച് ഇംപ്രസ്ഡ് ആക്കിയിട്ടാണ് ഈ ഗെയിമിലേക്ക്
ഇവർ ആളുകളെ ക്ഷണിക്കുന്നത്. പല ഇൻഫ്ലുവൻസേഴ്സും പല രീതിയിലാണ് ഈ ഗെയിമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ചിലർ വെറും പ്രൊമോഷൻ മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട്, വേറെ ചിലർ ഇതിന്റെ ഏജന്റായി വർക്ക് ചെയ്യുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഇതിന്റെ ഏജന്റായി വർക്ക് ചെയ്യുന്നവരാണ്. അതായത് ഇവർ പോയി ആരെങ്കിലും ഒരാൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് എത്ര രൂപ കമ്മീഷൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയ ആൾക്കാർ വരെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ മെല്ലെ മെല്ലെ ഡിസ്ക്ലോസ് ചെയ്യാം. എല്ലാത്തിനും അടപ്പ് ഞാൻ വരും ഉള്ളത് പറയാലോ. അതിന് പിറകെ എന്ത് വന്നാലും ഞാനത് നേരിടാനും തയ്യാറാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയാനില്ല. എന്തായാലും ഹസ്ബൻഡിന്റെ നിക്കാഹ് മംഗളമായി തന്നെ നടക്കട്ടെ. നന്നായി വാ. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.